തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങളിൽ പ്രതീക്ഷ വെച്ച് പോലീസ്. കുട്ടിയെ കണ്ടെത്തിയ ബ്രഹ്മോസിന് സമീപമുള്ള സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഈ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. അതേസമയം കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന തുടരുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വൈകിയുമൊക്കെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. എന്തെങ്കിലും സൂചനകൾ, ക്ലൂ എന്തെങ്കിലും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ ഇതുവരെ? ദിവ്യ, കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘമെത്തി പരിശോധന നടത്തുകയാണ്. തിരുവനന്തപുരം ഡിസിപി നിതിൻ രാജ് IPS നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ട് പിറകിലെ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കാട് പിടിച്ച സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ റെയിൽവേ ട്രാക്കിലൂടെ ഒന്നുകിൽ കുട്ടിയെ കൊണ്ടുവന്ന് ആ കാട് പിടിച്ച സ്ഥലത്തേക്ക് ആ ഓടയോട് ചേർന്ന് കൊണ്ടുവച്ചതായിരിക്കാം. അതല്ല എങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന കുളത്തിനും ഈ കെട്ടിടത്തിനും പിന്നിലൂടെയുള്ള വഴിയിലൂടെ കടന്നു ചെന്ന് കുട്ടി അവിടെ വെച്ചതായിരിക്കാം. ഇങ്ങനെ ഇത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്കാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കുളത്തിന് സമീപത്ത്, അതിന്റെ കുളത്തിന്റെ പിൻഭാഗത്ത് കുറേയധികം വീടുകളും മറ്റു കാര്യങ്ങളുമൊക്കെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അതിനപ്പുറത്താണ് ഈ റെയിൽവേ ട്രാക്കും മറ്റു കാര്യങ്ങളും ഉള്ളത്. ഇതിനിടയിലുള്ള ഈ ഒരു പ്രദേശമാണ് കുട്ടിയെ ഉപേക്ഷിച്ച ഈ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം. അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ബ്രഹ്മോസിന്റെ മതിലിനോട് ചേർന്ന് ഒരു ചെറിയ ഓട, ആ ഓടയോട് ചേർന്നുകൊണ്ട് ഇപ്പുറത്ത് റെയിൽവേ ട്രാക്ക്, ഇതിനിടയിലുള്ള ഈ ചെറിയ കാട് പിടിച്ച സ്ഥലത്താണ് ഈ കുട്ടി ഇന്നലെ രാത്രി 7:30 അന്വേഷണ സംഘം പോലീസ് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ കുട്ടി അവിടെ എങ്ങനെ എത്തി എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പരിശോധിച്ചു വരുന്നത്. കുട്ടിയെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവച്ചതാണോ, അല്ലെങ്കിൽ കുട്ടി സ്വയം നടന്നെത്തിയതാണോ, ഇങ്ങനെയുള്ള കുറേയധികം സംശയങ്ങളും നിഗമനങ്ങളും പോലീസിന് ഇതിനോടൊപ്പം തന്നെ എത്തിച്ചേർന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ഫൈനലായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് പോലീസിനെ കൊണ്ടെത്തിക്കുന്നില്ല. കാരണം ഇത് കൃത്യമായി ഇത് കണ്ടെത്താൻ കഴിയുന്നത്ര തെളിവ് പോലീസിന്റെ പക്കൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ ഓഫീസിന്റെ പിൻഭാഗത്ത് ഒരു കുളം, ആ കുളത്തിനോട് ചേർന്ന് ബ്രഹ്മോസിന്റെ മതില്, ആ മതിലിനോട് ചേർന്നുള്ള ചെറിയ കാട് പിടിച്ച സ്ഥലം, ആ സ്ഥലത്താണ് ഈ കുട്ടിയെ ഇന്നലെ പോലീസ് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ കെട്ടിടത്തിന് പിൻഭാഗത്തൂടെ ആരെങ്കിലും കുട്ടിയെ ആ ഓടയ്ക്ക് സമീപം കൊണ്ടുവച്ചതായിരിക്കാം എന്നുള്ള നിഗമനമാണ് പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. എന്തായാലും DCP നിതിൻരാജിന്റെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. നിതിൻരാജ് ഒരുപക്ഷെ ഇതുമായി സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയേക്കും. എന്തായാലും ഇതിന് പിന്നിൽ കുറേയധികം വീടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ചെറിയ ഓട ഇതുവഴി തന്നെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുകൂടി ഒരു സ്ത്രീ നടന്നു വരുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ വഴിയിലൂടെ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു വരുന്നു. ഇപ്പോൾ ഈ ഭാഗത്തൊരു മതില് കാണാം. പക്ഷേ അതിനകത്തൊന്നും കുട്ടിയെ കാണാമോ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതല്ല ആ CCTV ദൃശ്യങ്ങൾ. അതേസമയം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടൊപ്പം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് ഒരു CCTV മാത്രമാണ് പോലീസിന് ഇന്നലെ ലഭിച്ചത്. അതേസമയം ഈ പ്രദേശത്തെ വീടുകളിൽ നിന്ന് പോലീസ് കുറേയധികം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഒരു CCTV ദൃശ്യത്തിൽ ഈ വഴിയിലൂടെ ഒരു സ്ത്രീ നടന്നു വരുന്നത് കാണാം. ആ സ്ത്രീ എന്തോ കയ്യിൽ കരുതിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് അത്ര വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അല്പസമയത്തിനകം DCP നിതിൻ രാജ് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് അദ്ദേഹം പരിശോധന നടത്തിയതിനു ശേഷം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ച് മടങ്ങി വരികയാണ്. DCP നിതിൻ രാജ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നു. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാത്രി പോലീസ് ഈ പ്രദേശത്ത് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയതാണ്. ആരും തന്നെ ആ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും പോലീസ് നടത്തിയതാണ്. എന്തായാലും ഈ കെട്ടിടത്തിന്റെ അകത്തുകൂടി ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടത്തുന്നു. അതിനുശേഷമായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുക. എന്തായാലും ഈ അല്പസമയത്തിനകം ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ഫോറൻസിക് പരിശോധന അടക്കം നടത്താനും പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ദിവ്യ, DCP നിതിൻ രാജ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ കുട്ടിയെ കിട്ടിയ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. പോലീസ് ആ സംഭവ സ്ഥലം അരിച്ചു പെറുക്കുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.